ഷിരൂരിൽ നിന്ന് കണ്ടെത്തിയ ട്രക്കിനകത്തുറങ്ങുകയായിരുന്ന അർജുന്റെ മൃതദേഹത്തിന്റെ DNA സാമ്പിൾ പരിശോധനാ ഫലം പുറത്തുവന്നു. അർജുന്റെ സഹോദരനുമായി ഒത്തുനോക്കുമ്പോൾ അർജുൻ തന്നെയാണതെന്ന് ഉറപ്പിച്ചു. കാലങ്ങളായി നടത്തിയ അന്വേഷണത്തിന്റെ പരിസമാപ്തി അങ്ങനെ പൂർത്തിയാവുകയാണ്. ഇനി മൃതദേഹം ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് വിട്ടുനൽകും. DNA പരിശോധന ഫലം വരുന്നതിന് മുമ്പേ അത് അർജുൻ തന്നെയാണെന്ന് ഏകദേശം ഉറപ്പിച്ചിരുന്നു. ലോറിക്കകത്ത് ലോക്ക്ഡായ നിലയിലായിരുന്നു മൃതദേഹം. അവസാനമായി DNA പരിശോധനാ ഫലം ചെയ്തു നോക്കിയേ പോലീസിന് പറ്റുമായിരുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഔദ്യോഗിക കീഴ്വഴക്കം. കാണാതായി 72ാമത്തെ ദിവസം മാത്രമാണ് അർജുനെ നമുക്ക് ലഭിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് സ്വസ്ഥമായി അന്തിയുറങ്ങാം. കാണാതെ അനാഥപ്രേതം പോലെ അലയേണ്ടി വന്നില്ല. കേരളം കൂട്ടായി കൈകോർത്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് അർഹിക്കുന്ന ആദരവ് ലഭിച്ചു. മൃതദേഹം കണ്ടെടുക്കുമ്പോൾ ആ ലോറി ക്യാബിനുള്ളിൽ കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു, മകന് വേണ്ടി വാങ്ങിവെച്ചത്. ഒരു മനുഷ്യന് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ അവരെ ഒഴിവാക്കിവിടേണ്ടി വരുന്നത് വലിയ വേദനയാണ്. എന്തായാലും അവസാനമായി ഔദ്യോഗികമായി ഈ തിരച്ചിലിന് പരിസമാപ്തി കുറിച്ചിരിക്കുന്നു.